തന്നെ ട്രേഡ്സ് മാത്രമാണ്. അതായത് ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഓൾറെഡി ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഒരു ലിക്വിഡിറ്റി പോയിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് ലിക്വിഡിറ്റി പോയിന്റ്, പിന്നെ 15 മിനിറ്റ് ലിക്വിഡിറ്റി പോയിന്റ്, സ്റ്റെപ്പായിട്ട് അപ്പം വേണ്ട സംഭവിച്ചിട്ടില്ല. ഇത് ഫൈനാൻസ് ഇതിന് ഫൈനാൻസ് 50 ഓൾസോ. പിന്നെ വേറെ എവിടെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത് ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ടാകുന്നത് താഴോട്ടേക്ക്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ ഈ ലാസ്റ്റ് വൈകുന്നേരം ഇത് നല്ല പക്ക ഓബിയായിട്ട് ആക്ട് ചെയ്യും. കാരണം ഇവിടെ മറ്റേ ഇങ്ങനെ ലൈക്ക് ഇവിടെ നിന്നായിരിക്കും ഓക്കെ ഓരോ സപ്പോർട്ട് വരുമ്പോഴും ആൾക്കാർ കുറേ പേര് ഷോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് വരുമ്പോൾ വീണ്ടും ആൾക്കാർ ഷോർട്ട് ചെയ്യുന്നവരുണ്ടാവും. അവരുടെ കെസിൽ ഇങ്ങനെ പോയി ഈ ഒരു ഏരിയയിലായിരിക്കും കിടക്കണം. അതായത് ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ എസ് എൽ മാർക്കറ്റിന് എടുക്കാനുണ്ട്. ഞാൻ എസ് എൽ എടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ തന്നെ പോകണമെങ്കിൽ തന്നെ മാർക്കറ്റ് പ്രോപ്പറായി വൈറ്റിക്കറ്റായിട്ട് വന്നിരിക്കുന്നത്. അതായത് 50% അറ്റ്ലീസ്റ്റ് കവർ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ 50% കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതായത് അല്ലെങ്കിൽ ഇപ്പോൾ 50% അല്ല എങ്കിൽ ഓരോ ഒപ്പിയിലും ചെറിയ റിജക്ഷൻ തിരിച്ചായിരിക്കും മാർക്കറ്റ് കയറി പോകുന്നത്. ഇപ്പോൾ 50% കൂടുതൽ 50% മിനിമം വന്നേക്കണം. കാരണം നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ ഓരോ ഒപ്പിയിലും പോയി റിജക്ട് ചെയ്യുന്ന കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് വന്ന് നേരിച്ചു. ബ്രേക്ക് ഔട്ട് വരുമ്പോൾ ഒബിയായിട്ട് വന്ന ലാസ്റ്റ് ഒരു ക്യാൻഡിൽ നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാൻ ട്രൈ ചെയ്യാം. ആ ബ്രേക്ക് ഔട്ട് ചെയ്ത ഏരിയയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് ഷോർട്ട് ചെയ്യാൻ നിൽക്കാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് നോക്കുമ്പോൾ താഴെ ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട്. അതായത് ഇവിടുത്തെ കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിലുള്ള ലിക്വിഡിറ്റി ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു OB ഉണ്ട്, അതായത് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിൻ്റെ OB ഉണ്ട്. അപ്പോൾ അതായത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ബുള്ളിഷ് ചെയ്ത് കണ്ടപ്പോൾ ഇവിടെ നിന്ന് ഫസ്റ്റ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ പ്ലാൻ ചെയ്തത് ഇവിടെ വരെയായിരുന്നു. ഇവിടെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യാമെന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ ഷോർട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് ആ ഷോർട്ടിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വരെ പ്ലാൻ ചെയ്തേക്കുന്നത്. വെച്ചിട്ട് ആ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്ലാൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇൻ കേസ് ചെയ്ത് പൊട്ടിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ പോയതിന് ശേഷം ഒരു ചെറിയ റിജക്ഷൻ കാണിച്ചിട്ട് വീണ്ടും ഒരു ഇത് വന്നിട്ട് പിന്നെ ഒരു മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ 70% പോകാൻ. അപ്പം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നിലവിൽ. പിന്നെ വേറെ ഇവിടെ കുറച്ച് ലിക്വിഡിറ്റീസ് ഉണ്ട്. ഈ ഏരിയയൊക്കെ കൺസിഡർ ചെയ്ത് വെക്കണം. പിന്നെ ലൈക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് അതനുസരിച്ച് വെക്കണം. അപ്പോൾ രാവിലെ ഓപ്പൺ ചെയ്ത് തന്നെ മാർക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്ത് തിരിച്ച് തന്നെ ഓപ്പൺ ചെയ്ത് 5 അവിടെ നിന്ന് ട്രേഡ് എടുത്ത് അവിടെ നിന്ന് 5 മിനിറ്റ് ലിക്വിഡിറ്റി പൊട്ടിച്ച് മാർക്കറ്റ് മേലേക്ക് പോയി എൻ്റെ OBയുടെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഷോർട്ട് ചെയ്ത്. ഓക്കെ ഇപ്പം പറഞ്ഞില്ലേ, അതായത് OBയുടെ അവിടെ ചെന്ന് ഞാൻ പക്കറ്റ് ഷോർട്ട് ചെയ്യാൻ ലിക്വിഡിറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് അവിടെ എത്തിയപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ലൈക്ക് ഇത് റിയൽ മാർക്കറ്റിൽ ചെയ്ത കാര്യമാണ്. അതായത് ഓക്കെ ഈ ട്രേഡ് എൻ്റെ ടാർഗറ്റിൽ അടിച്ച് കാരണം, അതായത് ഇത് ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ലിക്വിഡിറ്റി വഴി. ടാർഗറ്റ് അടിച്ച് വഴി എൻ്റെ പീരെ കറക്റ്റ് ടാർഗറ്റ്, അതായത് ഞാൻ വരയ്ക്കലും വേണ്ട ഗ്രാഫിലും കാണണ്ട, തലേന്ന് പ്ലാൻ ചെയ്ത് വെക്കാം എവിടെ ടാർഗറ്റ്. ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പ്ലാനിങ് ആണ്. നെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഹൈ ഉണ്ടാക്കി ലോ ഉണ്ടാക്കി ഹൈ പൊട്ടിച്ച് ലോ പൊട്ടിച്ച് 70% റിട്രീസ്മെന്റ് വന്ന് എനിക്ക് വീണ്ടും ഷോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ഓക്കെ ഞാൻ 5 മിനിറ്റിലേക്ക് മാറ്റാണ് കുറച്ചുകൂടി ഐഡിയ ഗ്രാഫിക് കിട്ടാൻ വേണ്ടി. ഓക്കെ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇത്രയും ടാർഗറ്റ് ഞാൻ ഓൾറെഡി അടിച്ച് കഴിഞ്ഞാൽ അതായത് ടാർഗറ്റിലേക്ക് എനിക്ക് അത്രയും ഉറപ്പായിരുന്നു. OB വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻ്റെ ടാർഗറ്റിലേക്ക് അടിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ടാർഗറ്റ് എത്തി കഴിഞ്ഞാൽ ഞാൻ നേരെ ബുള്ളിഷിലേക്ക് പോയി. കാരണം ഇവിടെ നല്ലൊരു റിജക്ഷൻ ഏരിയ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഇതൊരു നല്ല അടിപൊളി ഓർഡർ ബ്ലോക്കുമായി മാറും ഈ ലാസ്റ്റ് റെഡ് ക്യാൻഡിൽ. അതായത് അതിന് മുമ്പത്തെ റെഡ് ക്യാൻഡിൽ ലോ പൊട്ടിച്ചേക്കുന്ന ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിന് മുന്നത്തെ റെഡ് ക്യാൻഡിൽ ലോ പൊട്ടിച്ചേക്കുന്ന ക്യാൻഡിൽ ഇത്രയും സ്പെസിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ എൻ്റെ ടാർഗറ്റാണ്. ഇത് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് പോയില്ലാന്ന് എനിക്കറിയാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ബൈ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നേരം മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 70% മേളിലേക്ക് വന്ന് ഈ താഴോട്ട് വന്ന വരയിലെ ഉറപ്പായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 50% ഫസ്റ്റ് ടാർഗറ്റ് പ്ലാൻ ചെയ്ത് നോക്കും എന്തായാലും. ഓക്കെ അവിടെ മാർക്കറ്റ് എത്തി കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ എന്താണ് ചെയ്തതെന്ന് ഓർക്കണില്ല. നോക്കട്ടെ ഓക്കെ ഇവിടെ നല്ല ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ ഇവിടെ നിന്ന് അടുത്തൊരു ട്രേഡിൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 മിനിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഒരു പക്ക ഒരു ലിക്വിഡിറ്റി സ്ട്രക്ചർ ഉണ്ടാക്കിക്കൊണ്ടേ എനിക്ക് ഇഷ്ടം പോലെ ആ ലിക്വിഡിറ്റി അതിൻ്റെ പൊട്ടിച്ച് മാർക്കറ്റ് താഴോട്ട് വന്ന് അപ്പോൾ എനിക്ക് ഇവിടെ അടുത്തൊരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് പക്കയായിട്ട്. അതിൻ്റെ മാർക്കറ്റ് മേളിലേക്ക് പോയിരിക്കുന്നു. മേളിലേക്ക് എന്തായാലും മുന്നേ പോയിക്കോട്ടെ വിചാരിച്ചിരിക്കുന്നു. അതിൻ്റെ മാർക്കറ്റ് വന്ന് പൊട്ടിക്കുന്നു. എനിക്ക് ഇവിടെ നിന്ന് അടുത്ത നെക്സ്റ്റ് ഓർഡർ വരുന്നു. ഓക്കെ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളത്തെ ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഇവിടെ കുറേ നാൾ മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ ഞാൻ ടാർഗറ്റ് അടിച്ച് വെച്ച് നിൽക്കുന്നു. അതിൻ്റെ അവിടെ പോയി ടാർഗറ്റ് അടിക്കുന്നു. അവിടെ പോയി ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്തൊരു എൻട്രി വരാൻ പോകുന്നത് മിക്കവാറും ഇവിടെ പൊട്ടിച്ചേക്കുന്നത് ക്യാൻഡിൽ. ഓക്കെ ഇവിടെ ഒരു OB ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ OBയിലായിരിക്കും മിക്കവാറും അടുത്ത എൻട്രി വരാൻ പോകുന്നത്. അതായത് ഞാനൊരു ഈ ഒരു ഏരിയയിൽ എൻട്രി പ്ലാൻ ചെയ്ത് നിൽക്കിയിരിക്കും. അവിടെ പോയിരിക്കട്ടെ. ഓക്കെ കറക്റ്റ് അവിടെ പോയി ടാർഗറ്റ് അടിച്ച് അടുത്ത OBയിലേക്ക് വന്ന്, അതായത് അടുത്ത OBയിലേക്ക് വന്ന് കറക്റ്റ് മീൻസ് എക്സാക്റ്റ് ടാർഗറ്റ് പൊടിച്ചിട്ട് ഇപ്പോൾ മീൻസ് അടുത്ത എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടുത്ത എൻട്രി എടുക്കുന്നു.
അടുത്ത എൻട്രി ഈ ലിക്വിഡിറ്റി പോയിന്റ് പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും കുറേ ലിക്വിഡിറ്റി ഒന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇത്ര മാർക്കറ്റ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ 5 മിനിറ്റ് ഓക്കെ ഇപ്പോൾ 5 മിനിറ്റിൻ്റെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ഉണ്ട്. 5 മിനിറ്റിൻ്റെ അവിടെ എൻട്രി ഉണ്ട്. 3 മിനിറ്റിനെ സംബന്ധിച്ചിടത്തോളം 3 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി പൊട്ടിച്ചിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. കുറേ കണ്ടീഷൻസ് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ 5 മിനിറ്റിൻ്റെ എവിടെയും ഇത് മറ്റേ ലിക്വിഡിറ്റി പോയിന്റ് ആവും. അപ്പോൾ അവിടെ ഇത്രയും ലിക്വിഡിറ്റി കളക്ട് അപ്പോൾ മാർക്കറ്റ് വീണ്ടും മേളിലേക്ക് പോകുന്ന എക്സ്പെക്ട് ചെയ്യാം. കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിൽക്കും. 15 മിനിറ്റിൽ എന്താണ് അതിനൊക്കെ ഇവിടെ ഹൈ പൊട്ടിച്ചില്ല, പക്ഷേ ഇവിടെ ഹൈ പൊട്ടിച്ച്. ഇനി 2 പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മാർക്കറ്റ് 70% വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 70% വരണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇവിടുത്തെ ലിക്വിഡിറ്റിയുടെ പോയിന്റ്സ് പൊട്ടിക്കാൻ പോകണേ. അവിടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നിട്ട് ആ ഒബിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് താഴോട്ട് എടുക്കാം. താഴോട്ട് എടുത്ത് കഴിഞ്ഞാൽ അധികം പ്രതീക്ഷിക്കേണ്ട, കാരണം താഴോട്ട് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് മേളിലേക്കുള്ള പവർ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടക്കുന്നത്. വീണ്ടും ആ ഒബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഷോർട്ട് ചെയ്യാൻ പറ്റും. വീണ്ടും ലിക്വിഡിറ്റി പൊട്ടിച്ച് മാർക്കറ്റ് മേളിലേക്ക് പോയി നമ്മുടെ ഓയിലേക്ക് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് പൊട്ടിക്കാൻ പോകും. ഓക്കെ, അത് പൊട്ടിക്കലായിട്ട് കൺസിഡർ ചെയ്യേണ്ട, കാരണം ഇവിടെയും ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അത് പൊട്ടട്ടെ, അത് പൊട്ടണവരെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനകത്ത് വേറെ ട്രേഡ് എന്തുകൊണ്ടോ നോക്കണമെങ്കിൽ 3 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടായിഞ്ഞാൽ ഇതൊന്നും ഇനിയും വേറെ ഏതോ ട്രേഡ് എടുത്തേരും. ഞാൻ മറന്നു അതിപ്പോൾ ഏതാണ് പോയി കേട്ടോ. അതെടുത്ത് നോക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ടിരിക്കട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ലോങ് പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ലോങ് പോകാം. പിന്നെ വേറൊരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി പൊട്ടിച്ചിട്ട് കമ്പനി മാർക്കറ്റ് എങ്ങാനും ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് വന്നിട്ട് ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടാക്കി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് മേലേക്ക് കൊടുക്കും. പക്ഷേ ഇവിടെ ടാർഗറ്റ് വേറെ ഉണ്ട്. 15 മിനിറ്റ് നോക്കി. ഓക്കെ, ഓക്കെ 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 ഇവിടെ ഞാൻ എന്തായാലും ഷോർട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലിക്വിഡിറ്റി പോയിൻറ്റ്സുകൾ മൊത്തം ഈ ലിക്വിഡിറ്റി പോയിൻറ്റ്സ് മൊത്തം ബ്രേക്ക് ചെയ്തിട്ടാണ് ഗ്രീൻ ക്യാൻഡിൽ വന്നേക്കണേ. അപ്പോൾ ഞാനതൊരു ഒബിയായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിച്ച സാധനത്തി ഇതിന് ഇവിടെ മേ ബി ഒരു ടാർഗറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ വരെ ഞാൻ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ വന്നതിനേക്കാളും നല്ലത് മാർക്കറ്റിൽ ഇവിടെയും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ 70% എത്താം. അല്ലെങ്കിൽ ഇവിടെ 50% വന്നിട്ട് മാർക്കറ്റ് പറക്കും. ഇപ്പം ഓക്കെ 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 ഫൈൻ. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ ടാർഗറ്റിലേക്ക് വരുന്നു. ആ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പി ഉണ്ട്. ഓക്കെ ഓക്കെ ഇത്രേ ഉള്ളൂ ട്രേഡിങ്. ഇത്രയും സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ അവിടെ നമുക്ക് പി ആണ്. കാരണം അത് എനിക്ക് പിറ്റേന്ന് രാവിലെ ഉറക്കത്തിൽ നിന്നിച്ചപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ലൈക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പി ആണ്. കാരണം നമുക്ക് അവിടെ ഒബി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ കിട്ടിയിട്ടായിരുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ക്വസ്റ്റ്യൻ, 1 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ. ഈ ഒരു ഗ്യാപ്പിൽ മാത്രം ചെറുതായിട്ട് മിസ് ചെയ്തു. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഓർക്കണില്ല ഏത് മെത്തേഡാണ്.